ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജ ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയുടെ ഭർത്താവിൻ്റെ സ്ഥാനത്തിരിക്കാൻ ഞാനും ഉണ്ടാവില്ല എന്ന് പറയുകയാണേ. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ കുടുംബം ശീതലായി പോകും, അതുകൊണ്ടാണ് വേറെ ആരും ഈ സത്യം അറിയരുതെന്ന് പറഞ്ഞത് എന്നൊക്കെ പറയും. എന്നിട്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയും, എനിക്ക് ആദ്യം അനിലിനെ കാണണം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുകയാണേ. അന്നേരം രാജീവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അലീന എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, രാജീവിൻ്റെ അളിയൻ്റെ വീടുണ്ട് മേലുകാവിനപ്പുറത്ത്, അവിടെ ഒരു ആളൊഴിഞ്ഞൊരു വീട്ടിലാണെന്ന് പറയും കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ അത് ദേഷ്യം വരികയാണ് കേട്ടോ. ബാലേന്ദ്രൻ എന്നിട്ട് ഗംഗാധര മേനോൻ നോക്കുന്നുണ്ട്, കണ്ടില്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണേ. എന്നിട്ട് ആകെ ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എവിടെയാണ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് നോക്ക്, ഇവരെന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത് നോക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. അലീനയ്ക്ക് ഒരു പോറലെങ്കിലും സംഭവിച്ചിട്ടില്ല ബാലേന്ദ്ര, അവൾക്കൊന്നും പറ്റിയിട്ടില്ല, അവൾ അവിടെ തന്നെ ഉണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, തന്നെയൊക്കെ എന്താടോ വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ശിവനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറയുകയാണേ. അതിന് ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട്, അപ്പം എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അലീനനെ കാണണം, അലീനനെ കണ്ടതിന് ശേഷം തീരുമാനിക്കാം ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയണ്ട. രാജീവനെ നോക്കിയിട്ട് ചെന്നിങ്ങാട്ട് വിരൽ ചൂണ്ടിയിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ടേ. അതിനുശേഷം പോലീസുകാർ വരികയാണ്. എന്നിട്ട് പോലീസുകാർ വന്നിട്ട് പോലീസുകാരോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പ്രതികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുകയാണേ, ഇവരാണ് ആ പണി ചെയ്തത്, അലീനനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ അപ്പം എന്തായാലും ഇത് കേസാക്കണം എന്ന് തന്നെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഗംഗാധരൻ വന്നിട്ട് പറയാണ്, സാറേ ഒരബദ്ധം പറ്റിപ്പോയതാണ്, സാറ് ഇത് കേസാക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഒരു പെൺകുട്ടിനെ തട്ടിക്കൊണ്ടു പോകുന്നത് അവളെ പീഡിപ്പിക്കുന്നതിന് തുല്യം തന്നെയാണ്, ആ കേസിൽ തന്നെ ഉൾപ്പെടുള്ളൂ എന്നൊക്കെ പറയാനേ. അപ്പോൾ ഗംഗാധരൻ പറയാണ്, ശരിയാണ്, അതൊക്കെ അറിയാമെന്ന് പറയാണ്. അതിനുശേഷം ശിവൻ്റെയും രാജേൻ്റെ അടുത്ത് വന്നിട്ട് പോലീസുകാരൻ പറയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശിവൻ പറയാണ്, പറ്റിപ്പോയി സാറ് ക്ഷമിക്കണം, ഇത് കേസാക്കരുതെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടതെന്ന് പറയുമ്പോൾ, എനിക്ക് ആദ്യം അലീനനെ കാണണം, അലീനനെ കണ്ടതിന് ശേഷം ബാക്കി തീരുമാനിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ പോലീസുകാർ ആദ്യം തന്നെ പോകുകയാണ്. അതിന് ശേഷം രാജീവനും ശിവനും ഗംഗാധരനും കൂടെ പോകും. പിന്നീട് കൃഷ്ണമോള് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കൃഷ്ണമോളോട് ബാലേന്ദ്രൻ പറയാം, മോൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും പേടിയില്ല, പക്ഷേ അച്ഛനൊക്കെ ഒറ്റയ്ക്ക് വിടാൻ പേടിയാണെന്ന് പറയട്ടോ. അന്നേരം ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ എന്തിനാ പേടിക്കുന്നത്, ഒരു വണ്ടി പോലീസുകാരൊക്കെ നമ്മളെ കൂടിയില്ലേ, പിന്നെ അവർ കൂടിയില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അവർ കൂടെ ഉള്ളതുകൊണ്ടാണ് അച്ഛൻ എനിക്ക് പേടിയെന്ന് പറയുകയാണേ. എന്തായാലും അച്ഛൻ്റെ കൂടെ ഞാനും വരാം, എനിക്ക് അതാണ് മനസ്സമാധാനം എന്ന് പറയുകയാണ്. എന്നാൽ വായെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഡോറൊക്കെ പൂട്ടി ഇറങ്ങുകയാണേ. ഇതേ സമയം അലീനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളാണ് പറയുന്നുണ്ട്, എന്തായാലും അരമണിക്കൂറിനുള്ളിൽ മുതലാളിമാർ വരും, അപ്പോൾ പിന്നെ നമുക്ക് പണിയൊന്നുമില്ല എന്ന് പറയുകയാണെ. കാശൊക്കെ കിട്ടിയില്ല, അതൊക്കെ അഡ്വാൻസ് ആയിട്ട് കിട്ടി, കാര്യം നടത്തി കഴിയുമ്പോഴേ അവർ കാശൊന്നും തരില്ല, അതുകൊണ്ട് പൈസ ഒക്കെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരിക്കാം, നിങ്ങൾക്ക് എന്നെയും അറിയില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല, അങ്ങനെയാവേണം കേട്ടോ കാര്യങ്ങൾ, എന്തായാലും നമുക്കൊന്ന് അവളെ ഒന്ന് മുട്ടി നോക്കിയാലോ എന്ന് പറയാൻ കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഗുണ്ടകളൊക്കെ കൂടിയിട്ട് അലീനയുടെ അടുത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വൈജയന്തിനെ സിസ്റ്റർമാർ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സിസ്റ്റർ പറയുന്നുണ്ട്, അതെ ഇന്നലെ നിങ്ങളെ മോളാണെന്ന് പറഞ്ഞു വന്നില്ലേ, ഒരു മൂത്ത മോളാണെന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്നില്ലേ അലീന, അവളെ കാണാനില്ല എന്ന് പറയുകയാണേ. അന്നേരം അലീന അത് വൈജയന്തി ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്, സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ, പക്ഷെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ സിസ്റ്റർ പറയാം, ആ പെണ്ണെ ആരെങ്കിലും കൂടെ പോയതെങ്ങാനായിരിക്കും എന്ന് പറയണേ. അപ്പോൾ സുലോചന വരികയാണ്. സുലോചന ഇത് കേട്ട് വരുമ്പോൾ സുലോചനയ്ക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ സുലോചന പറയും, ആര് പറഞ്ഞു നിങ്ങളോട് ആരെങ്കിലും കൂടെ പോയതായിരിക്കുമെന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയോ എന്ന് ചോദിക്കുകയാണേ. അന്നേരം സിസ്റ്റർ പറയും, അല്ലാതെ പിന്നെ എവിടെ പോകാൻ അറിയട്ടോ, നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ജോലി കഴിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ കൂടെ പോയിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിക്കും. അന്നേരം സിസ്റ്റർ പറയരുതേ, ആവശ്യമില്ലാത്ത പറയരുത്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് പറയാം അല്ലേ, അലീന ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല, അവളങ്ങനെ ഒരാളെ കൂടെ പോയിട്ടുണ്ടാവില്ല, പിന്നെ അവളാരോ തട്ടിക്കൊണ്ടു പോയതാണ്, അങ്ങനെയാണ്, അങ്ങനെ ചിന്തിച്ചൂടെ നിങ്ങൾക്കെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ പെണ്ണിനെ കാണാതായാലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, ഞങ്ങളെങ്ങാനാണ് ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയത്, അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ടെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്നൊക്കെ സുലോചനയും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് മനുവിൻ്റെ ഫോണിലേക്ക് ബാലേന്ദ്രൻ വിളിക്കുകയാണ്. എന്നിട്ട് മനു നീ എവിടെയാടാന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് അങ്കിളോട് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പോകുന്നത്, തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത്
രാവുണ്ണി മേനോൻ്റെ മക്കളൊക്കെ ഇല്ലേ, അവിടേക്ക് വന്നതാണ്. ഇനി അവരെ വഴിയിലെങ്ങാനും തട്ടിക്കൊണ്ടുവന്നോ അല്ലെങ്കിൽ അവരെ വീട്ടിലെങ്ങാനും തട്ടിക്കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറയട്ടോ. എടാ നീ എന്തിനാ അങ്ങോട്ടൊക്കെ പോയത്? ഞാൻ അങ്കിളോട് പറഞ്ഞിട്ടാണ് പോകണം. ആണോ? എനിക്ക് ഓർമ്മയില്ല, ഈ ഒരു ഓട്ടപ്പാശലിനുള്ളിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ആളിനി ഇവിടെ ഉണ്ടടാ എന്ന് പറയാൻ കേട്ടോ. ഉണ്ടോ? എവിടെ ഇല്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ മനു. എടാ അവൾ ഇവിടെ അടുത്ത് തന്നെയുണ്ട്, അവിടേക്കൊന്നും പോയിട്ടില്ല എന്ന് പറയും. എന്താ പറ്റിയത്? അവളെ കിഡ്നാപ്പ് ചെയ്തത് തന്നെയാടാ. അവളെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പിടിച്ചു വലിച്ച് കാറി കയറ്റി കൊണ്ടുപോയതാണെന്ന് പറയും കേട്ടോ. ആരാങ്ങളെ? നിന്റെ കൊച്ചച്ഛനും അച്ഛനും തന്നെയല്ല, അത് വേറെ ആരാ? എന്തിനാ അവരിതൊക്കെ ചെയ്യാൻ നിന്നേന്ന് ചോദിക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഭാഗ്യം പ്രതികാരം തന്നെയാണല്ലോ, പുന്നാര പെങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ കാത്തു നിൽക്കുകയാണല്ലോ. പിന്നെ ബാലേന്ദ്രനെ അലീനനെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും തുനിഞ്ഞിറങ്ങിയിരിക്കുക. എന്നിട്ട് അലീന അങ്ങൾ കണ്ടോ? ഇല്ല, ഞാൻ എന്താ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. പോലീസുകാരും ഉണ്ട്, നിന്റെ അച്ഛനും കൊച്ചച്ഛനും ഉണ്ട്. പിന്നെ മേലുകാവുള്ളൊരു വീട്ടിൽ അവളെ കൊണ്ടുവന്ന് തട്ടിക്കൊണ്ടു വന്നിട്ട് താമസിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ പറയണേ. ആളൊഴിഞ്ഞൊരു വീട്ടിലാണ്. ഇത് എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ അങ്കിളെ. അങ്കിൾ ഫോൺ കട്ട് ചെയ്തോ, എനിക്കിതൊന്നും കേൾക്കണ്ടെന്ന് തന്നെ മനു പറയുകയാണേ. അന്നേരം മനുവിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യടാ, നീ ഇനിയിപ്പോൾ തിരുവനന്തപുരത്തൊന്നും ചുറ്റിക്കറിയാൻ നിൽക്കണ്ട, നീ വേഗം തിരിച്ച് ഇങ്ങോട്ട് പോരെന്ന് പറയുകയാണെ. ഞാൻ എന്തായാലും അലീനയുടെ അടുത്തേക്ക് പോകാണ്, എനിക്ക് അവളൊന്ന് കാണണം, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം എന്ന് പറയാൻ കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, ശരി അങ്കിളെ, ഞാൻ എത്രയും പെട്ടെന്ന് വരാം. എനിക്ക് ആ വീട്ടിൽ ഞാൻ ജനിച്ചു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് നാണക്കേട് തോന്നുന്നു അങ്കിളെ എന്ന് പറയാൻ കേട്ടോ. സാറില്ലടാ മനു, നീ അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, നീ വേഗം തന്നെ പോര് എന്ന് ബാലേന്ദ്രൻ പറയുകയാണേ. അതിനുശേഷം അലീന ഉള്ള വീട്ടിലേക്ക് എത്താണ്. അങ്ങനെ മോളെ അലീന എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ ഇവിടെയൊക്കെ വിളിച്ച് നടക്കുകയാണ്. അന്നേരം അകത്തുള്ള റൂമൊക്കെ പൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാരോട് പറയും, റൂമുകളൊക്കെ അകത്തു നിന്ന് പൂട്ടിയിരിക്കുകയാണ്, വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പുറത്തു കൂടെ ചെന്നിട്ട് മോളെ അലീനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അലീനെ വിളി കേൾക്കണം, അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ജനലിൻ്റെ അവിടെ ബാലേന്ദ്രൻ വന്ന് നിൽക്കുന്ന കണ്ടിട്ട് അലീന സങ്കടത്തോട് കൂടിയിട്ട് ഓടി ചെല്ലുകയാണ് കേട്ടോ. അലീനയ്ക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നടക്കാനൊന്നും പറ്റില്ല. അവിടെ കുറേ സാധനങ്ങളൊക്കെ ഇടയിൽ കൂടെ അലീന ഓടി ചെന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ കവിളത്തും നെറ്റിയിലൊക്കെ അങ്ങനെ പിടിക്കുകയാണ്. അച്ഛാ എന്ന് പറഞ്ഞിട്ട്, മോളെ പേടിക്കേണ്ട മോളെ, അച്ഛൻ വന്നില്ലേ, പിന്നെ എന്തിനാ മോൾക്ക് അറിയണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കൃഷ്ണമോൾ ഓടി വരികയാണ്. ചേച്ചി പേടിക്കേണ്ട ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങളിവിടെ എത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോളും കൂടെ ആശ്വസിപ്പിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ ഓടി വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ പോലീസുകാർ പറയാണ്, വാതിലൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്, ഒന്നും തന്നെ തുറക്കാൻ പറ്റുന്നില്ല, അകത്തുനിന്നാണ് കുറ്റിയിട്ടിരിക്കണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അകത്തുനിന്നാണ് കുറ്റിയിട്ടിരിക്കുന്നത് പറയാം. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതെ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അലീന വാതിൽ കുറേ പട്ടികകൾ വെച്ചിട്ട് ചുറ്റിക വെച്ച് അടിച്ച് പൂട്ടി വെച്ചിരിക്കുക, അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. അങ്ങനെ നിങ്ങളൊന്ന് ചെന്ന് തുറക്കുമെന്ന് പോലീസുകാരോട് പറയുമ്പോൾ പോലീസുകാർ മറ്റേ ഒലക്കിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരും കേട്ടോ, വലിയ വടിയൊക്കെ എടുത്തിട്ട് വരും. എന്നിട്ട് രാജീവിനെ നോക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ, എന്തൊന്നാടാ ഇത്, എന്താണെന്ന് ശിവേട്ട ഇതൊക്കെ, നിങ്ങൾ ഇമാതിരി ചെയ്തുകളൊക്കെ ചെയ്തു വെച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ വന്നിട്ട് കഷ്ടം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരാണ് ദേഷ്യത്തോടു കൂടി ശിവനെയും നോക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ മനുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ബാലേന്ദ്രനെ ആരെയൊക്കെ ഫോണിൽ വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ മനു ആകെ ടെൻഷൻ അടിച്ചിട്ട് തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അലീനനെ കൊണ്ടുവരികയാണ് കേട്ടോ ബാലേന്ദ്രൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അലീന നോക്കുമ്പോൾ പോലീസുകാരും ഗംഗാധരനും ശിവനും രാജീവനും എല്ലാവരും നിൽക്കുന്നുണ്ട്. അതിനുശേഷം പോലീസുകാർ ഒന്ന് പറയും, ഇനിയിപ്പോൾ എന്തായാലും ആളെ കിട്ടിയല്ലോ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റേഷനിൽ വെച്ചിട്ടാവും, അപ്പോൾ എല്ലാവരും സ്റ്റേഷനിലേക്ക് പോരുമെന്ന് പറയാം കേട്ടോ. അന്നേരം ഗംഗാധരൻ വന്ന് പറയും, സാറേ ഇത് കേസാക്കരുത് സാറേ, അവർക്കൊരു അബദ്ധം പറ്റി. ഇതാണോ അബദ്ധം? അബദ്ധമല്ല, സത്യത്തിൽ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്, പക്ഷേ ഇതൊരു തെറ്റിദ്ധാരണ ഒരു പേരിലുണ്ടായതാണ് സാറേ, ഇതൊരു കേസാക്കരുതെന്ന് പറയാം കേട്ടോ. അപ്പോൾ പോലീസുകാരൻ ബാലേന്ദ്രനാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്, ബാലേന്ദ്രനാണ് പരാതിക്കാരെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഞാനല്ല, മാനസിക പീഡനങ്ങൾ മുഴുവൻ അനുഭവിച്ചത് എൻ്റെ മോളാണ് അലീന, അവൾ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന് പറഞ്ഞിട്ട് അലീനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ എന്നുണ്ടെങ്കിൽ കേസില്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവർക്ക് തിരിച്ച് ഗൾഫിലേക്കൊന്നും പോകാൻ പറ്റില്ല, ജോലി നഷ്ടപ്പെടും, മാനഹാനി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാറേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പോലീസുകാരൻ വന്നിട്ട് പറയും, എന്ത് ചെയ്യണം, എന്താണ് ഇനി അടുത്ത പ്ലാൻ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഗംഗാധരൻ വന്നിട്ട് അലീനയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഗംഗാധരൻ പറയും, മോള് ഇതിൽ പരാതി ഒന്നും കൊടുക്കരുത്, പറ്റിപ്പോയി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പോലീസുകാർ വന്നിട്ട് പറയും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പറയും, ഇപ്പം തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം ഇവരെ, ഇത് കേസാക്കാം എന്ന് പറയാൻ കേട്ടോ. വേണ്ട സാറേ ഇവർ പൊക്കോട്ടെ എന്ന് തന്നെ അലീന പറയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ വന്നിട്ട് പറഞ്ഞു, കേട്ടില്ല അവൾ പറഞ്ഞത് എന്ന് ജോയിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവനും രാജീവനും തല മുമ്പിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയണം, അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ,
ഒരു കാര്യം ചെയ്യ് നിങ്ങളൊരു അലീനയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി, അത്ര വലിയ മഹാപാപം ചെയ്തവരല്ലേ നിങ്ങളെന്ന് പറയുകയാണെ. അങ്ങനെ രാജീവും വന്നിട്ട് സോറി പ്ലീസ് ഫോർഗീവ് മീ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വളരെ ദേഷ്യം വന്നിട്ട് ഇംഗ്ലീഷൊക്കെ നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി പന്നി, ഇതേ കൈ കൂപ്പിയിട്ട് മോളെ ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കൂ മോളെ എന്ന് പറയണമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ രാജീവൻ പറയാണ് മോളെ ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കും മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് കൈയും കൂടി കൂപ്പിയിട്ട് അലീനോട് മാപ്പ് ചോദിച്ചിട്ട് കാല് തൊട്ട് വരെ മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് ബാലേന്ദ്രൻ പറഞ്ഞതനുസരിച്ചിട്ടാണ്. അങ്ങനെ രാജീവിനും അവിടെ നിന്ന് മാറിക്കുമ്പോൾ ഇനി അടുത്തത് ശിവേട്ടൻ എന്ന് പറയാൻ കേട്ടോ. ഒരാൾ ചോദിച്ചാൽ പോരെ ബാലേന്ദ്ര എന്ന് പറഞ്ഞിട്ടോ, പറ്റില്ല, നിങ്ങളും കൂടെ ചോദിക്കണം. 23 വർഷത്തെ പാപത്തിൻ്റെ ഫലമാണെന്ന് വിചാരിച്ചാൽ മതി, തെറ്റുകൾ കുറേ ഉണ്ടല്ലോ, അതൊന്ന് ചിന്തിച്ച് സകല പാപങ്ങളും ആലോചിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞോളാൻ പറയുകയാണേ. അങ്ങനെ ശിവനും കൂടിയിട്ട് അലീനയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നു മോളെ അറിയാതെ പറ്റിപ്പോയതാണ്, ചെയ്തത് തെറ്റായിപ്പോയി, ക്ഷമിക്കും മോളെ എന്നിട്ട് ആളും കാല് തൊട്ട് മാപ്പ് പറയുന്നുണ്ട് കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അതിനുശേഷം പ്രമോല് കാണിക്കുന്നത് ബാലേന്ദ്രൻ വീട്ടിലെത്തിയതിന് ശേഷം, ബാലേന്ദ്രൻ അല്ല ഗംഗാധരൻ അലീനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. എല്ലാതും അവരറിഞ്ഞിട്ടുണ്ട്, അലീന നീ വൈജയന്തിയുടെ മകളാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, കഴിഞ്ഞു പോയ സംഭവങ്ങളെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഇനി ഒരിക്കലും വൈജി ഇത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിങ്ങനെ തൊഴുത് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്.